മേയർ ബ്രോ എന്നും വികസന നായകൻ എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ മാത്രം ജീവിച്ച MLA ആയിരുന്നു വട്ടിയൂർക്കാവിലെ VK പ്രശാന്ത്. വികസനം വെറും പൊള്ളയായിരുന്നു എന്ന് ഇപ്പോൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതിശക്തമായ എതിർവികാരമാണ് ആ MLAക്കെതിരെ ഇപ്പോൾ മണ്ഡലത്തിലും തിരുവനന്തപുരം നഗരത്തിലും വന്നിരിക്കുന്നത്. അതിൻ്റെ വ്യക്തമായ സൂചനകൾ ആ മണ്ഡലത്തിലെ ജനങ്ങൾ തന്നെ നൽകിക്കഴിഞ്ഞിരിക്കുന്നു. നിയമസഭാ മന്ദിരവും അതുപോലെ MLA ഹോസ്റ്റലും അടക്കമുള്ള പ്രധാനപ്പെട്ട മേഖലകളെല്ലാം ഉൾപ്പെടുന്ന മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. വട്ടിയൂർക്കാവ് രൂപം കൊണ്ട 2011 മുതൽ തന്നെ 2 തവണ അവിടെ K മുരളീധരനാണ് ജയിച്ച് MLA ആയത്. എന്നാൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായി വടകരയിലെ സ്ഥാനാർത്ഥിയാകേണ്ടി വന്ന മുരളീധരൻ അവിടെ ജയിച്ചപ്പോൾ വട്ടിയൂർക്കാവിൽ ഉപതെരഞ്ഞെടുപ്പ് വരികയും അന്ന് മേയറായിരുന്ന പ്രശാന്ത് അവിടെ സ്ഥാനാർത്ഥിയായി വന്ന് CPMന് വേണ്ടി വിജയിക്കുകയും ചെയ്തു. എന്നാൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്ന പോലെ തന്നെ വെറും ഉഡായിപ്പും സോഷ്യൽ മീഡിയ പ്രൊമോഷനും മാത്രമേ MLA ആയ പ്രശാന്തിന് വട്ടിയൂർക്കാവിലും ഉണ്ടായിരുന്നുള്ളൂ. 2019 ഉപതെരഞ്ഞെടുപ്പ് മുതൽ 21 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് കൊറോണ പകർച്ചവ്യാധിയുടെ അതിപ്രസരം ആയതുകൊണ്ട് VK പ്രശാന്ത് MLAയുടെ ഈ തട്ടിപ്പ് ആർക്കും പിടിക്കാൻ കഴിഞ്ഞില്ല. കിറ്റ് കൊടുത്ത് എല്ലാം ഒപ്പിച്ചു. അതുകൊണ്ട് തന്നെ 2021 പ്രശാന്ത് തന്നെ വീണ്ടും വട്ടിയൂർക്കാവിൽ ജയിച്ച് MLA ആയി. അതിപ്പോൾ 5ാം വർഷത്തിലെത്തി നിൽക്കുകയാണ്. അപ്പോഴേക്കും VK പ്രശാന്ത് എന്ന തങ്ങളുടെ MLAയുടെ എല്ലാ ഉഡായിപ്പും എല്ലാവർക്കും മനസ്സിലായി. അതോടെ വട്ടിയൂർക്കാവ് നിവാസികൾ ആദ്യം തന്നെ നൽകിയ തിരിച്ചടി എന്ന് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വലിയ തോൽവിയാണ്. അതായത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ 25 പ്രധാനപ്പെട്ട വാർഡുകൾ ഉൾപ്പെടുന്നതാണ് വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലം. ആ 25-ൽ 12 വാർഡുകളാണ് CPMന്റെ കൈകളിൽ ഉണ്ടായിരുന്നത്. 9 വാർഡുകൾ BJPക്കും 3 വാർഡുകൾ കോൺഗ്രസിൻ്റെ കൈകളിലും ഉണ്ടായി. ഇത്തവണ CPMന്റെ വിജയകാഹളം മുഴക്കാനെന്നോണം പദയാത്രകളും തേരിൽ കയറിയുള്ള യാത്രകളും ഒക്കെ അടക്കം സംഘടിപ്പിച്ച് VK പ്രശാന്ത് MLA തൻ്റെ വികസനം ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞ് മണ്ഡലത്തിൽ നടന്നു. ഇതെല്ലാം ജനങ്ങൾ വിലയിരുത്തി. അതോടെ 12 സീറ്റുകൾ ഉണ്ടായിരുന്ന CPMന്റെ സീറ്റ് 4 കൂപ്പുകുത്തി. പ്രശാന്ത് MLA തട്ടിപ്പിൻ്റെ ആശാനാണെന്ന് ജനങ്ങൾ പറഞ്ഞു നടക്കുന്നു. അപ്പോഴാണ് വട്ടിയൂർക്കാവിലെ ശാസ്തമംഗലം വാർഡിൽ നിന്നും ജയിച്ച BJPയുടെ ശ്രീലേഖ IPS വെടി പൊട്ടിച്ചത്. ശാസ്തമംഗലത്ത് തന്നെയാണ് പ്രശാന്ത് MLAയുടെ ഓഫീസും ഉള്ളത്. കോർപ്പറേഷൻ്റെ ഓഫീസിലാണ് MLAയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. അത് എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞ് കോർപ്പറേഷൻ്റെ ബിൽഡിംഗ് കൗൺസിലർമാർക്ക് ഇരിക്കാൻ തരണമെന്ന് പ്രശ്നമുണ്ടാക്കുകയായിരുന്നു ശ്രീലേഖ ചെയ്തത്. അതോടെ അവർ തമ്മിലുള്ള കലഹമല്ല പുറത്തറിഞ്ഞത്, മറിച്ച് പ്രശാന്ത് MLAയുടെ തട്ടിപ്പിൻ്റെ കൂടുതൽ വ്യാപ്തിയും ആഴവുമാണ് എല്ലാവരും അറിഞ്ഞത്. അതായത് MLA ഓഫീസിനായി 25,000 രൂപ വാടക സർക്കാരിൽ നിന്നും വാങ്ങുന്ന ഒരു MLA വെറും 820 രൂപ കൊടുത്ത് ബാക്കി വരുന്ന 24,180 രൂപയും സർക്കാരിനെയല്ല പാവങ്ങളുടെ നികുതി പണത്തിൽ നിന്നും പറ്റിച്ചെടുക്കുകയായിരുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ടെലിഫോൺ ഇനത്തിലും 11,000 രൂപ കൈപ്പറ്റിയ MLA 400 രൂപയ്ക്ക് താഴെയുള്ള ഒരു പ്ലാൻ റീചാർജ് ചെയ്താൽ ഒരു മാസം എത്ര വേണമെങ്കിലും വിളിക്കാം. ഇനി 500 രൂപ കൊടുത്താൽ BSNL ബ്രോഡ്ബാൻഡ് സൗകര്യം തന്നെ തിരുവനന്തപുരം നഗരത്തിൽ ലഭ്യമാകുന്നതാണ്. അങ്ങനെ ടെലിഫോണിൻ്റെ വകയിലും ഒരു 10,000 രൂപ കീശയിൽ വരും. പ്രശാന്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ ചർച്ചയായത് വേറെ ആർക്കുമില്ലാത്ത സൗകര്യം പ്രശാന്ത് MLAയ്ക്കുമുണ്ട് എന്നുള്ളതാണ്. അതായത് MLA ഹോസ്റ്റൽ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിൽ ഓഫീസ് തുടങ്ങിയാൽ മതിയായിരുന്നു. അപ്പോൾ 25,000 രൂപ എഴുതി വാങ്ങാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഏതായാലും ഒരു ജനതയെ അല്ലെങ്കിൽ ഒരു മണ്ഡലത്തിലെ തൻ്റെ വോട്ടർമാരെ മുഴുവൻ ഇങ്ങനെ പച്ചയ്ക്ക് പറ്റിക്കുകയും എന്നിട്ട് മേയർ ബ്രോ എന്നൊക്കെ പേരെടുക്കുകയും ചെയ്ത ഒരു MLA കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ വട്ടിയൂർക്കാവിൽ പ്രശാന്ത് മത്സരത്തിനുണ്ടാവില്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. കഴക്കൂട്ടമോ നിയമമോ നോക്കി നടക്കുകയാണിപ്പോൾ അദ്ദേഹം എന്നുള്ള സൂചനയും പുറത്തു വരുന്നു.